സോ ഈ വീഡിയോയിൽ നമ്മളൊരു പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രോബ്ലം 3.11. A tank contains water up to a height of 0.5 meter above the base. An immiscible liquid of specific gravity 0.8 is filled on the top of water up to 1 meter height. Calculate total pressure on one side of the tank. Second one, the position of center of pressure for one side of the tank, which is 2 meter wide. So the figure actually figure തരില്ല, നമ്മൾ എന്ത് ചെയ്യണം, ഫിഗർ വരയ്ക്കണം. ഒരു ടാങ്ക് ഉണ്ട്, ആ ടാങ്കിൽ വാട്ടർ 0.5 മീറ്റർ ഹൈറ്റിൽ 0.5 മീറ്റർ ഹൈറ്റിൽ വാട്ടർ ഉണ്ട്. അതിന് മുകളിലായിട്ട് ഒരു ഇമ്മിസിബിൾ, അതായത് രണ്ടും കൂടി മിക്സ് ആവാത്ത, അല്ലെ, വാട്ടറും എണ്ണയും, അല്ലെ, വാട്ടറും ഓയിലും തമ്മിൽ മിക്സ് ആവില്ല, വാട്ടറും കെറോസിനും തമ്മിൽ മിക്സ് ആവില്ല. സോ അതുപോലെ മിക്സ് ആവാത്ത ഒരു ഇമ്മിസിബിൾ ലിക്വിഡ്, ലെറ്റ്സ് സേ കെറോസിൻ, ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി 0.8, സ്പെസിഫിക് ഗ്രാവിറ്റി 0.8 അല്ലെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി 0.8 ആയിട്ടുള്ള, അപ്പോൾ ഇതിൻ്റെ ഡെൻസിറ്റി എത്രയായിരിക്കും? 800 ആയിരിക്കും, അല്ലേ? ആ ഒരു ഡെൻസിറ്റി ഉള്ള ഒരു ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിരിക്കുകയാണ്. എവിടെയാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്? ഓൺ ടോപ്പ് ഓഫ് വാട്ടർ, വാട്ടറിന് മുകളിലായിട്ട് 1 മീറ്റർ ഹൈറ്റിൽ, വാട്ടറിന് മുകളിൽ 1 മീറ്റർ ഹൈറ്റിൽ. അപ്പോൾ ടാങ്ക് ഉണ്ട്, ടാങ്കിനകത്ത് 0.5 മീറ്റർ വാട്ടർ ഉണ്ട്, അതിന് 1 മീറ്റർ മുകളിലോട്ട് നമ്മുടെ ഇമ്മിസിബിൾ ആയിട്ടുള്ള സ്പെസിഫിക് ഗ്രാവിറ്റി 0.8 ആയിട്ടുള്ള ഒരു ലിക്വിഡ് ഫില്ല് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെന്തുണ്ട്? 4 വാൾസ് ഉണ്ട്, 4 സൈഡ് വാൾസ് ഉണ്ട്. അതിൽ ഒരു സൈഡ് വാൾ, ഏതെങ്കിലും ഒരു സൈഡ് വാളിലോ ആക്ട് ചെയ്യുന്ന ടോട്ടൽ പ്രഷറും ആ സൈഡ് വാളിൽ എവിടെയാണ് സെൻറ്റർ ഓഫ് പ്രഷർ ഉള്ളത്, അതായത് പ്രഷർ ഫോഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്, ആ രണ്ട് കാര്യങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. വിഡ്ത്ത് ഓഫ് ദി വോൾ, അല്ല, ഈ ഒരു ടാങ്കിൻ്റെ സൈഡിൻ്റെ വിഡ്ത്ത് തന്നിട്ടുണ്ട്. വിഡ്ത്ത് നമുക്ക് ഈ ഒരു പിക്ചറിൽ കാണാൻ പറ്റില്ല. ഈ ഒരു ഇതാണ് വോള്, ആ വോളിൻ്റെ വിഡ്ത്ത് നമുക്ക് കാണണമെങ്കിൽ എന്താണ്, ഇത് ടാങ്ക് തിരിച്ച് വെച്ചാലേ കാണാൻ പറ്റുള്ളൂ. വിഡ്ത്ത് അകത്തേക്കുള്ളതാണ്, ഈ പേപ്പറിനകത്തേക്കുള്ള വിഡ്ത്താണ്. സോ ആ വിഡ്ത്ത് എത്രയാണ് തന്നിട്ടുണ്ട്? 2 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഹൗ ടു കാൽക്കുലേറ്റ്? സോ ഈ ഒരു പ്രോബ്ലം ചെയ്യാനായിട്ട് നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല. കാരണം ഇതൊരു ഫ്ലൂയിഡ് സിസ്റ്റമാണ്. 2 ഫ്ലൂയിഡ് ഉണ്ട്, ഒരു ഫ്ലൂയിഡ് അല്ല, 2 ഫ്ലൂയിഡ് ഉണ്ട്. 2 ഫ്ലൂയിഡ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് നമ്മളെ റോ ജി ഇൻറ്റു എ എച്ച് ബാറോ അല്ലെങ്കിൽ നമ്മുടെ മറ്റ് ഇക്വേഷൻസോ ഒന്നും ഡയറക്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഒരു ഡിഫറെൻ്റ് മെത്തേഡ് യൂസ് ചെയ്യണം. സോ ആ ഒരു മെത്തേഡാണ് നമ്മളുടെ പ്രഷർ ഡയഗ്രാം മെത്തേഡ്. സോ ഈ ഒരു ഫ്ലൂയിഡ് സിസ്റ്റത്തിൻ്റെ പ്രഷർ ഡയഗ്രാം നമ്മൾ പ്ലോട്ട് ചെയ്യുക. പ്രഷർ ഡയഗ്രാം മീൻസ് ഓരോ പോയിന്റിലും വിത്ത് റെസ്പെക്ട് ടു ഹൈറ്റ്, ഓരോ ഹൈറ്റിലും ഉള്ള പ്രഷർ വേരിയേഷൻ ഒരു ഡയഗ്രാം പോലെ നമ്മൾ വരയ്ക്കുന്നു. ഇതൊരു എക്സ് ആക്സ് ആണ്, ഇത് വൈ ആക്സ് ആണ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സസ് ഈ ഒരു ഡയഗ്രാം, ഈ ഒരു ഗ്രാഫ് പോലെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ഹൈറ്റ് പ്രഷർ ഈ ഒരു ലിക്വിഡ് സിസ്റ്റത്തിനകത്ത് എങ്ങനെ വാരി ചെയ്യുന്നു നമ്മൾ വരച്ച് കാണിക്കും. സോ നമുക്കറിയാം ഏറ്റവും ടോപ്പ് സർഫസിൽ പ്രഷർ എന്തായിരിക്കും? 0 ആയിരിക്കും, അല്ലെ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും. സോ അത് നമ്മൾ 0 എന്നാണ് എടുക്കുന്നത്. കാരണം നമ്മൾ എന്താണ്, അബ്സല്യൂട്ട് പ്രഷർ അല്ല, ഗേജ് പ്രഷറാണ് നമ്മളിവിടെ വരയ്ക്കുന്നത്. സോ ഏറ്റവും ടോപ്പ് സർഫസിന് മുകളിലോട്ട് ലിക്വിഡ് ഒന്നും ഇല്ല. സോ അവിടുത്തെ പ്രഷർ എന്താണ്? 0. സോ 0 സ്റ്റാർട്ട് ചെയ്യുന്നു. ദെൻ ഇതൊരു ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. ഈ ഒരു വാട്ടറും ലിക്വിഡും, രണ്ടാമത്തെ ലിക്വിഡും തമ്മിലുള്ള ഇന്റർഫേസ് എന്ന് പറയുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള പോയിന്റ് ആണ്. സോ ആ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യും. കാരണം എന്താണ്, ഇതുവരെ ഒരു ഡെൻസിറ്റിയാണ്, അല്ലേ, ഈ ഒരു ഇന്റർഫേസ് വരെ ഒരു പർട്ടിക്കുലർ ഡെൻസിറ്റിയാണ്. അത് കഴിഞ്ഞാൽ ഡെൻസിറ്റി ചേഞ്ച് ചെയ്യുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഡയറക്റ്റ് ഫോർമുലാസ് കൊടുക്കാൻ കഴിയാത്തത്. 2 ഫ്ലൂയിഡും 3 ഫ്ലൂയിഡും ഒക്കെ വരുമ്പോൾ ഡെൻസിറ്റീസ് ചേഞ്ച് ചെയ്യും. സോ അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ്ലി ഫോർമുലാസ് അപ്ലൈ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതായത് ഡെൻസിറ്റിയും ചേഞ്ച് ചെയ്യും, ഹൈറ്റും ചേഞ്ച് ചെയ്യും. സോ 2 variables will be changing. That will be a very problem. സോ അതുകൊണ്ട് നമ്മൾ പ്രഷർ ഡയഗ്രാം മെത്തേഡ് യൂസ് ചെയ്യും. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ
വിത്ത് റെസ്പെക്ട് ടു ഹൈറ്റ് പ്രഷർ വേരി ചെയ്യുന്നതാണ് നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ ഏറ്റവും ടോപ്പിൽ 0 ആണ്. സോ നമ്മൾ പ്ലോട്ട് ചെയ്തു. ദെൻ ഇത് ക്രിട്ടിക്കൽ പോയിന്റ് ആണ്, ഈ ഒരു ഇന്റർഫേസ് പോയിന്റ് ഡി എന്ന് പറയുന്ന പോയിന്റ് ആയിട്ട് ഞാൻ മാർക്ക് ചെയ്തു. അവിടുത്തെ പ്രഷർ എത്ര ആയിരിക്കും? ഇതിന് മുകളിലോട്ട് എത്ര ലിക്വിഡ് ഉണ്ട്, ആ ലിക്വിഡിന്റെ പ്രഷർ, അതായത് റോ ജി എച്ച് അല്ലെ, റോ ജി എച്ച് നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് റോയുടെ വാല്യൂ ഈ ഒരു ഇമ്മിസിബിൾ ആയിട്ടുള്ള ലിക്വിഡിന്റെ റോ അപ്ലൈ ചെയ്യുന്നു, എച്ചിന് 1 മീറ്റർ കൊടുക്കുന്നു. സോ ഈ ഒരു പോയിന്റിലെ ഈ ഒരു ഡി എന്ന് പറയുന്ന പോയിന്റിലെ പ്രഷർ നമ്മൾ കിട്ടുന്നു. ആ പ്രഷർ നമ്മൾ എക്സ് ആക്സിസിൽ എത്ര പ്രഷറാണോ ആ പ്രഷറാക്കി നമ്മൾ കൊടുക്കുന്നു. ഇപ്പോൾ 7848 ആണെന്നുണ്ടെങ്കിൽ അത്രയും വാല്യൂ ഇതുവരെ കിട്ടും. ദെൻ ലാസ്റ്റ് ഏറ്റവും ബോട്ടം സൈഡിൽ എത്രയാണ് പ്രഷർ? സോ എന്ത് ചെയ്യണം? 2 പ്രഷർ കൂടെ ആഡ് ചെയ്യണം. ഈ റോ 1 ജി എച്ച് 1 പ്ലസ് വാട്ടർ കാരണമുള്ള റോ 2 ജി എച്ച് 2, എച്ച് 2 എന്തായിരിക്കും? 0.5 ആയിരിക്കും അല്ലേ. സോ അത്രയും പ്രഷർ നമ്മൾ ആഡ് ചെയ്തെടുക്കുക. സോ അതായിരിക്കും എന്ത്, ഈ ഒരു ബി എന്ന് പറയുന്ന പോയിന്റ്, ഏറ്റവും ബോട്ടം പോയിന്റിലെ പ്രഷർ. അത് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നു. ഇത്രയുമാണ് സി വരെയുള്ള പ്രഷറാണത്. സി വരെയുള്ള നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, സി വരെ നമ്മൾ മാർക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താണ്? സോ നമുക്ക് ക്രിട്ടിക്കൽ ആയിട്ടുള്ള പോയിന്റ്സ് കിട്ടി, ഓരോ പോയിന്റിലെയും പ്രഷറുകൾ കിട്ടി. ടോപ്പിൽ എ അതായത് 0, ദെൻ ഡി എന്ന് പറയുന്ന ഹൈറ്റിൽ ഇത്രയും പ്രഷറുണ്ട്, 7848 പ്രഷറുണ്ട്, അത് നമ്മൾ മാർക്ക് ചെയ്തു. ഇ എന്ന് പറയുന്ന പോയിന്റ്, ഇവിടെ നിന്ന് എന്ത് ചെയ്യുക? ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈൻ വരയ്ക്കുക. ലൈനിന്റെ ലെങ്ത് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കണം? നമ്മുടെ പ്രഷറിന് പ്രൊപ്പോർഷണൽ ആയിരിക്കണം. ദെൻ നെക്സ്റ്റ് ഏറ്റവും ബോട്ടം പോയിന്റിൽ സി എന്ന് പറയുന്നതാണ്, ഇത്രയുമാണ് അവിടുത്തെ ടോട്ടൽ പ്രഷർ നമുക്ക് കിട്ടുന്നത്. ദെൻ ഈ ക്രിട്ടിക്കൽ പോയിന്റ്സ് നമ്മൾ എന്താണ്, ഒരു ലീനിയർ ആയിട്ടുള്ള ലൈൻ യൂസ് ചെയ്തിട്ട്, സ്ട്രൈറ്റ് ലൈൻ യൂസ് ചെയ്തിട്ട് ജോയിൻ ചെയ്താൽ മതി. കാരണം നമുക്കറിയാം പ്രഷർ ഈസ് വാരിയിങ് ആസ് ലീനിയർലി വിത്ത് റെസ്പെക്ട് ടു ഹൈറ്റ് മാറുമ്പോൾ ലീനിയർ ആയിട്ടാണ് പ്രഷർ ചേഞ്ച് ചെയ്യുന്നത്. നമ്മൾ വെർട്ടിക്കൽ സർഫസിന്റെ ഇതുപോലുള്ളൊരു ട്രയാങ്കിൾ ആയിരിക്കും എന്ന് നമ്മൾ ആൾറെഡി കണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ എങ്ങനെ അതിന്റെ ടോട്ടൽ പ്രഷർ ഫോഴ്സ് കണ്ടുപിടിക്കണം എന്നും നമ്മൾ കണ്ടതാണ്. സോ ഈ ഒരു പിക്ചറാണ് നമ്മുടെ പ്രഷർ ഡയഗ്രം എന്ന് പറയുന്നത്. പ്രഷർ ഡയഗ്രം ഇപ്പോൾ വളരെ സിമ്പിൾ ആണ്. ക്രിട്ടിക്കൽ പോയിന്റ്സിലുള്ള പ്രഷേഴ്സ് മാർക്ക് ചെയ്യുക അല്ല, വിത്ത് റെസ്പെക്ട് ടു ഹൈറ്റ്, ദെൻ ഈ ഒരു ലീനിയർ ആയിട്ടുള്ള ലൈൻസ് ജോയിൻ ചെയ്യുക. സോ അപ്പോൾ നമ്മുടെ പ്രഷർ ഡയഗ്രം കിട്ടി. ഇനി നമ്മൾ അറിയാനുള്ളത്, ഈ പ്രഷർ ഡയഗ്രത്തിന് നമ്മൾ ഡിവൈഡ് ചെയ്യുക, നോൺ ഷേപ്പുകളാക്കി ഡിവൈഡ് ചെയ്യുക. സോ ഞാൻ ഇവിടെ ഒരു ട്രയാങ്കിൾ ആക്കി, ദെൻ ഇവിടെ ഒരു റെക്ടാങ്കിൾ, ദെൻ അഗൈൻ ഇവിടെ ഒരു ട്രയാങ്കിൾ. ഈ 3 ഷേപ്പ് ചേരുന്നതാണ് നമ്മുടെ ടോട്ടൽ പ്രഷർ ഡയഗ്രം. ഓക്കെ, സോ എ ബി എന്ന് പറയുന്നതാണ് നമ്മുടെ സൈഡിലെ ബോള്. സോ അത് ഈ ഒരു ബോളാണ് അവർ വരച്ചേക്കുന്നത്, ഈ ഒരു ബോൾ. അപ്പോൾ ഇവിടെയാണ് ലിക്വിഡ് ഉള്ളത്. ലിക്വിഡ് ഇങ്ങോട്ട് പ്രഷർ കൊടുക്കുന്നു അല്ലെ, ഈ സൈഡിലോട്ട് പ്രഷർ കൊടുക്കുന്നു. ആ പ്രഷറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഏതൊരു പ്രോബ്ലം കിട്ടിയാലും നമ്മൾ ഗിവൺ ഡാറ്റാസ് ആണ് ആദ്യം എഴുതുന്നത്. സോ ഡെപ്ത് ഓഫ് വാട്ടർ അത് തന്നിട്ടുണ്ട് 0.5 മീറ്റർ. ഡെപ്ത് ഓഫ് ലിക്വിഡ് ദാറ്റ് ഈസ് 1 മീറ്റർ. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദി ലിക്വിഡ്, ആ ലിക്വിഡിൻ്റെ എത്രയാണ്? 0.8 ആണ്. സോ ഡെൻസിറ്റി എത്രയായിരിക്കും? 0.8 into 1000, that is 800 kilogram per meter cube. Then density of water, we all know that 1000 kilogram per meter cube ആണ് water density. Then width of the tank, that is also given 2 meter. 2 meter ആണ് width of the tank. Okay, so total pressure on one side, നമുക്ക് ഒരു ടാങ്കിന്റെ ഒരു സൈഡിൽ ആക്ട് ചെയ്യുന്ന, ഈ ഒരു സൈഡിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ പ്രഷർ ഇസ് കാൽക്കുലേറ്റഡ് ബൈ ഡ്രോയിങ് പ്രഷർ ഡയഗ്രാം. സോ പ്രഷർ ഡയഗ്രാം എങ്ങനെ വരയ്ക്കണം എന്ന് ഞാൻ പറഞ്ഞു അല്ലെ. ഇന്റൻസിറ്റി ഓഫ് പ്രഷർ ഓൺ ടോപ്പ് പി ഈസ് ഈക്വൽ ടു 0 ആണ്. ദെൻ ഇന്റൻസിറ്റി ഓഫ് പ്രഷർ ഓൺ ഡി, ദാറ്റ് ഈസ് ദി ഇന്റർഫേസിലുള്ള എത്രയാണ്? പി ഡി ഈസ് ഈക്വൽ ടു റോ 1 ജി എച്ച് 1. സോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 7848, ആ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തു. Then intensity of pressure on ബേസിലുള്ള intensity of pressure PB എത്രയായിരിക്കും? റോ 1 ജി എച്ച് 1 പ്ലസ് റോ 2 ജി എച്ച് 2. എച്ച് 2 എന്ന് പറയുന്നത് ഈ ഒരു ഹൈറ്റ് ആണ്, 0.5. റോ 1 ജി എച്ച് 1 പ്ലസ് റോ 2 ജി എച്ച് 2. സോ 2 പ്രഷറും കൂടി, അതായത് ലിക്വിഡിന്റെ പ്രഷർ പ്ലസ് വാട്ടറിന്റെ പ്രഷർ, അങ്ങനെ ടോട്ടൽ പ്രഷർ ആയിരിക്കും ബേസിൽ ആക്ട് ചെയ്യുന്നത്.
സോ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 12753 എത്രയും ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അത് നമ്മളൊരു സ്കെയിൽ യൂസ് ചെയ്തിട്ട് പ്ലോട്ട് ചെയ്യുക. സോ അത് ഏതാണ്ട് ഇവിടെ കിട്ടും. സോ അത് ആ ക്രിട്ടിക്കൽ പോയിന്റ്സ് തമ്മിൽ എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ദി പ്രഷർ ഡയഗ്രാം. സോ വൺസ് വി നോ ദി പ്രഷർ ഡയഗ്രാം, നമുക്ക് പ്രഷർ ഡയഗ്രാം അറിയാമെങ്കിൽ ഏരിയ ഓഫ് ദി പ്രഷർ ഡയഗ്രാം ഇൻറ്റു വിഡ്ത്ത് ഓഫ് ദി ടാങ്ക്, ഏരിയ ഓഫ് ദി പ്രഷർ ഡയഗ്രാം ഇൻറ്റു വിഡ്ത്ത് ഓഫ് ദി ടാങ്ക്, അതായിരിക്കും എന്ത്, ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത്. ടോട്ടൽ പ്രഷർ വിൽ ബി ഈക്വൽ ടു ഏരിയ ഓഫ് പ്രഷർ ഡയഗ്രാം ഇൻറ്റു വിഡ്ത്ത് ഓഫ് ദി ടാങ്ക്. ഓക്കെ, സോ നമുക്ക് ആദ്യം ഏരിയ ഓഫ് പ്രഷർ ഡയഗ്രാം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ടോട്ടൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല, നമ്മൾ ഓരോ സ്റ്റാൻഡേർഡ് ഷേപ്സ് ആക്കി മാറ്റുന്നുണ്ട്. ആ ഓരോ സ്റ്റാൻഡേർഡ് ഷേപ്പിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഈ ഒരു ട്രയാങ്കിൾ എ ഡി ഇ. സോ ആ ഒരു ട്രയാങ്കിൾ എ ഡി എന്ന് പറയുന്ന പ്രഷർ ഡയഗ്രാം കാരണം ഉണ്ടാവുന്ന ഫോഴ്സ് F1 എന്ന് എടുക്കുന്നു. F1. സോ ഇറ്റ് വിൽ ബി ആക്ടിങ്, അത് എവിടെയായിരിക്കും ആക്ട് ചെയ്യുന്നത്, ആ ഒരു പ്രഷർ ഫോഴ്സ് എവിടെയായിരിക്കും ആക്ട് ചെയ്യുന്നത്, ആ പ്രഷർ ഡയഗ്രത്തിൻ്റെ ഏത് ഷേപ്പാണോ പ്രഷർ ഡയഗ്രാം, ആ പ്രഷർ ഡയഗ്രത്തിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതൊരു ട്രയാങ്കിൾ ആണ് അല്ലേ, ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താണ്, ഹാഫ് BH ആണ്. ഓക്കെ, ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എവിടെ ആയിരിക്കും, ഈ ഒരു ബേസിൽ നിന്ന് h/3, ഇതാണ് അതിൻ്റെ ഹൈറ്റ്, h/3 ഡിസ്റ്റൻസിലായിരിക്കും. സോ ഈ ഒരു പോയിന്റിലായിരിക്കും. സോ F1 വിൽ ബി ആക്ടിങ് ഓൺ ദിസ് പോയിന്റ്, ഈ ഒരു ട്രയാങ്കിളിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കായിരിക്കും ആക്ട് ചെയ്യുന്നത്. F1 മീൻസ് ഈ ഒരു ട്രയാങ്കുലർ ആയിട്ടുള്ള പ്രഷർ ഡയഗ്രാം കാരണമുള്ള, അല്ലെങ്കിൽ ആ ഒരു പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ കാരണമുള്ള ടോട്ടൽ പ്രഷർ ഫോഴ്സ്. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, ഈ ഒരു പ്രഷർ ഡയഗ്രാം, ഈ ഒരു ട്രയാങ്കിൾ എ ഡിൻ്റെ ഏരിയ ഇൻറ്റു വിഡ്ത്ത് ഓഫ് ദി ടാങ്ക്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു F1. F1 ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി ഇൻറ്റു width of the tank. Okay, that is pressure force due to pressure distribution from A to D. A to D യിൽ നിൽക്കുന്ന ഫ്ലൂയിഡ് കാരണമുള്ള ആ ഒരു പ്രഷർ ഫോഴ്സും അത് ആക്ട് ചെയ്യുന്ന പോയിന്റും. സോ F1 ഈക്വൽ ടു ഏരിയ ഇൻറ്റു ട്രയാങ്കിൾ എ ഡി ഇൻറ്റു വിഡ്ത്ത് ഓഫ് ദി ടാങ്ക്, ദാറ്റ് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും, ഹാഫ് ഇൻറ്റു എ ഡി ഇൻറ്റു ഡി. എ ഡി ഇൻറ്റു ഡി എന്ന് പറയാൻ കാരണം എന്താണ്, നമുക്കറിയാം ട്രയാങ്കിൾ ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് BH ആണ് അല്ലേ. ദെൻ നെക്സ്റ്റ് നമുക്ക് വിഡ്ത്ത് ഓഫ് ദി ടാങ്ക് 2 മീറ്റർ ആണ്, നമുക്ക് എത്ര കിട്ടും, 7848 എന്ന് കിട്ടും, 7848. ഓക്കെ, സോ വിഡ്ത്ത് 2 മീറ്റർ ആയതുകൊണ്ടാണ് ഈ ഒരു 2 ക്യാൻസൽ ആയി പോയിട്ട് 7848 നമുക്ക് വന്നത്. വിഡ്ത്ത് ഇപ്പോൾ 3 മീറ്റർ ആയിരുന്നെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള വാല്യൂ വന്നേനെ. സോ ഇനി നമ്മൾ ചെയ്യുന്നത് സിമിലർലി നെക്സ്റ്റ് ആയിട്ടുള്ള പ്രഷർ ഡയഗ്രത്തിൻ്റെ നെക്സ്റ്റ് പാർട്ടായിട്ടുള്ള ഈ ഒരു റെക്റ്റാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ആ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ഇൻറ്റു വിഡ്ത്ത്, അതായിരിക്കും ആ റെക്റ്റാങ്കുലർ ആയിട്ടുള്ള പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ കാരണമുള്ള ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ദെൻ അതെവിടെയായിരിക്കും ആക്ട് ചെയ്യുന്നത്, ദാറ്റ് ഈസ് കാൾഡ് F2. F2 ഈസ് ഡ്യൂ ടു ദി പ്രഷർ ഫോഴ്സ് ആക്ടിങ് ഡ്യൂ ടു ദ റെക്റ്റാങ്കുലർ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഓർ പ്രഷർ ഡയഗ്രാം. സോ റെക്റ്റാങ്കുലർ ആയിട്ടുള്ള ഈ ഒരു പോർഷൻ കാരണമുള്ള പ്രഷർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, പ്രഷർ ഫോഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്താണ്, ഏരിയ ഓഫ് ദി റെക്റ്റാങ്കിൾ. ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്തായിരിക്കും, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു എന്ത്, വിഡ്ത്ത് ഓഫ് ദി ടാങ്ക്. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു പ്രഷർ ഫോഴ്സ്. അത് ആക്ട് ചെയ്യുന്ന എവിടെ ആയിരിക്കും, ഈ റെക്റ്റാങ്കിളിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. റെക്റ്റാങ്കിളിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നമുക്കറിയാം എന്താണ്, L/2 B/2 എന്ന് പറയുന്നതാണ്. സോ ഇതിൻ്റെ മിഡ് പോയിന്റിൽ വരും. സോ അവിടെ നമ്മൾ എന്ത് ചെയ്യും, F2 മാർക്ക് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് വരുന്ന എന്താണ്, ഈ ഒരു സ്മോൾ ട്രയാങ്കുലർ ഏരിയ, ട്രയാങ്കിൾ EFC എന്ന് പറയുന്ന ഏരിയ കാരണം ഉണ്ടാകുന്ന പ്രഷർ ഫോഴ്സ്, ദാറ്റ് വി കോൾ ആസ് F3. അത് എവിടെയായിരിക്കും ആക്ട് ചെയ്യുന്നത്, ഈ ഇതിൻ്റെ ബേസ് നിന്ന് h/3, h എന്ന് പറയുന്നത് EF ആണ്. EF ഈസ് ദി ഹൈറ്റ് ഓഫ് ദി ട്രയാങ്കിൾ. EF/3 ഹൈറ്റിലായിരിക്കും, എവിടെ നിന്ന്, FC നിന്ന് EF/3 h/3 ഹൈറ്റിലായിരിക്കും അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. സോ ആ ഒരു പോയിന്റിലേക്കായിരിക്കും ആക്ട് ചെയ്യുന്നത് F3 എന്ന് പറയുന്നത്. F3 എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, ഈ ട്രയാങ്കിളിൻ്റെ, ഈ സ്മോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ ഇൻറ്റു വിഡ്ത്ത് ഓഫ് ദി ടാങ്ക്. സോ ദാറ്റ് വിൽ ബി ദി തേർഡ് പ്രഷർ ഫോഴ്സ്. സോ ടോട്ടൽ പ്രഷർ ഫോഴ്സ് എത്രയായിരിക്കും, F1 പ്ലസ് F2 പ്ലസ് F3. ഓക്കെ, ടോട്ടൽ പ്രഷർ ഫോഴ്സ് എത്രയാണ്, F1 പ്ലസ് F2 പ്ലസ് F3 ആയിരിക്കും നമ്മളുടെ ടോട്ടൽ പ്രഷർ ഫോഴ്സ് ആക്ടിങ്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ
F2 കാൽക്കുലേറ്റ് ചെയ്യുന്നു. F2 is equal to ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏരിയ ഓഫ് റെക്ടാങ്കിൾ DBFE into width of the tank. റെക്ടാങ്കിളിൻ്റെ ഏരിയ മീൻസ് ലെങ്ത് ഇൻറ്റു വിഡ്ത്ത്. സോ 0.5 into 7848 into 2 is the width of the tank, so that you will get 7848 Newton again. Then F3 എന്ന് പറയുന്ന ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ, ആ സ്മോൾ ട്രയാങ്കിൾ ഇൻറ്റു വിഡ്ത്ത് ഓഫ് ദി ടാങ്ക്, that is half BH into width of the tank 2 meter. That we will be getting 2452.5 Newton. ടോട്ടൽ പ്രഷർ എത്രയാണ് വരുന്നത്? നമുക്ക് ഈ 3 ഫോഴ്സും കൂടി ആഡ് ചെയ്യാം, F1 plus F2 plus F3. സോ ഫസ്റ്റ് നമ്മൾ പ്രഷർ ഡയഗ്രാം വരച്ചു. പ്രഷർ ഡയഗ്രത്തിൻ്റെ ക്രിട്ടിക്കൽ പോയിന്റ്സ് മാർക്ക് ചെയ്തു. അല്ല, ആ ക്രിട്ടിക്കൽ പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ പ്രഷർ കണ്ടുപിടിച്ചു. ദെൻ അത് നമ്മൾ ലീനിയറായിട്ട് ജോയിൻ ചെയ്തു. പ്രഷർ ഡയഗ്രം കിട്ടി. പ്രഷർ ഡയഗ്രത്തിനെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഷേപ്പുകളാക്കി മാറ്റി. ഓരോ സ്റ്റാൻഡേർഡ് ഷേപ്പിൻ്റെയും ഏരിയ നമ്മൾ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്തു. ആ ഏരിയ ഇൻറ്റു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഏരിയ ഇൻറ്റു വിഡ്ത്ത് ആണ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഫോഴ്സസ്. ആ ഫോഴ്സസ് ആക്ട് ചെയ്യുന്ന പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്താണ്? ആ സ്റ്റാൻഡേർഡ് ഷേപ്സിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആണ്. അത് നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ, അതിലേക്കാണെന്ന് നമ്മൾ കാണിച്ചു, ഇൻഡിക്കേഷൻ ചെയ്തു. ദെൻ ടോട്ടൽ പ്രഷർ ഫോഴ്സ് വിൽ ബി എന്തായിരിക്കും? F1 plus F2 plus F3 ആയിരിക്കും. F1 plus F2 plus F3. ഓക്കെ, സോ നമ്മൾ ആഡ് ചെയ്യുന്നു. ടോട്ടൽ 3 ഫോഴ്സും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ഫോഴ്സ് കിട്ടി. നെക്സ്റ്റ് വാട്ട് വി നീഡ് ഇസ് സെൻറ്റർ ഓഫ് പ്രഷർ. സോ സെൻറ്റർ ഓഫ് പ്രഷർ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ് യൂസ് ചെയ്തിട്ടാണ്. സോ റിസൾട്ടന്റ് ഫോഴ്സിന്റെ മൊമെന്റ് എബൌട്ട് ദി ഫ്രീ സർഫസ് വിൽ ബി ഈക്വൽ ടു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഫോഴ്സസിന്റെ മൊമെന്റ്സ് എന്നാണ്. സോ നമ്മൾ ഇവിടെ മൊമെന്റ് എബൌട്ട് ദ പോയിന്റ് എ ആയിരിക്കും കൺസിഡർ ചെയ്യുക. സോ മൊമെന്റ് എബൌട്ട് ദ പോയിന്റ് എ. സോ ഫസ്റ്റ് ഫോഴ്സ് എന്താണ്? F1 ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ടു എ. എയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് തൊട്ട് ഇത്രയും ഉണ്ടാവും. സോ ദാറ്റ് വിൽ ബി എന്താണ്? AD/3 നമ്മൾ AD നിന്ന് കുറച്ചാൽ മതി. സോ 2/3 AD ആയിരിക്കും. ദാറ്റ് ഈസ് 1 മീറ്റർ അല്ലെ. 1 മീറ്റർ ആണ് AD എന്ന് പറയുന്നത്. സോ 1 മീറ്റർ ഇൻറ്റു 2/3, ദാറ്റ്സ് എ ഡിസ്റ്റൻസ്. ദാറ്റ് ഈസ് 2/3 മീറ്റർ സംതിങ് വരും. സോ അതുപോലെ നമ്മൾ എന്ത് ചെയ്യും? ഓരോ ഫോഴ്സിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഓരോ ഫോഴ്സിലേക്കുമുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് F1ലേക്കും F2ലേക്കും F3ലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്തെടുക്കും, അല്ലെ കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ നമുക്കറിയാം മൊമെന്റ് എബൌട്ട് എ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? F1 ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്നാണ്. F1 ഇൻറ്റു F1ലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പ്ലസ് F2 ഇൻറ്റു F2ലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം എ. ദെൻ F3 ഇൻറ്റു F3ലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ദെൻ ഇതെല്ലാം കൂടി നമ്മൾ സം ചെയ്ത് കഴിഞ്ഞാൽ, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ മൊമെന്റ് കിട്ടും. സോ ടോട്ടൽ മൊമെന്റ് അല്ലെ, കമ്പോണൻസിന്റെ മൊമെന്റ്സിന്റെ സം എന്തിന് ഈക്വൽ ആയിരിക്കും? റിസൾട്ടന്റിന്റെ മൊമെന്റിന് ഈക്വൽ ആയിരിക്കും. സോ നമുക്കറിയാം റിസൾട്ടന്റ് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ഫോഴ്സ് ആണ്. ടോട്ടൽ ഫോഴ്സ് ക്യാപിറ്റൽ എഫ് ആണ്. സോ ക്യാപിറ്റൽ എഫ്, അതായത് ടോട്ടൽ പ്രഷർ ഫോഴ്സ് എവിടെ ആയിരിക്കും ആക്ട് ചെയ്യുന്നത്? അതിന്റെ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ എവിടെ ആയിരിക്കും? ദാറ്റ് വിൽ ബി H സ്റ്റാർ അല്ലെ, നമ്മുടെ സെന്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്ന പോയിന്റ് ആയിരിക്കും. സോ ക്യാപിറ്റൽ എഫ് ഇൻറ്റു H സ്റ്റാർ, ക്യാപിറ്റൽ എഫ് ഇൻറ്റു H സ്റ്റാർ വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? നമ്മളിപ്പോൾ ഈ കണ്ടുപിടിക്കുന്ന സം ഓഫ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അല്ലെ കമ്പോണൻസ്. ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്നതാണ് നമ്മുടെ ടോട്ടൽ പ്രഷർ ഫോഴ്സ്. അതിന്റെ കമ്പോണൻസ് ആണ് F1, F2, F3 അല്ല. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ടോട്ടൽ പ്രഷർ ഫോഴ്സ് കിട്ടും. സോ നമുക്ക് പറയാം എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ്. ബൈ പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ് ദ സം ഓഫ് ദി components, sum of the moments of the components will be equal to the moment of the resultant. So resultantന്റെ moment എന്തായിരിക്കും? F into H star ആയിരിക്കും. H star is the distance from the free surface to the center of pressure. So ആ ഒരു പ്രോസസ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ടേക്കിംഗ് ദ മൊമെന്റ്സ് ഓഫ് ആൾ ഫോഴ്സ് about A, we get F into H star equal to, so F is the resultant force, H star is the distance from the free surface to the center of pressure. That will be equal to sum of the
moments of the componentsന്റെ momentsന്റെ സമ്മാണ്. സോ F1 ഇൻറ്റു 2/3 AD. സോ ഈ 2/3 AD എന്താണ്? അത് F1ലേക്കുള്ള അല്ല എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് F1ലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ദെൻ F2 ഇൻറ്റു AD പ്ലസ് 1/2 BD. അതെന്താണ്? AD പ്ലസ് 1/2 BD എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ദി ഡിസ്റ്റൻസ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം പോയിന്റ് എ അല്ലെങ്കിൽ ഫ്രീ സർഫസ് ടു ദി പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് F2. F2ന്റെ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? F2 കാരണമുള്ള മൊമെന്റ് കിട്ടും. ദെൻ സിമിലർലി എന്ത് ചെയ്യുന്നു? നെക്സ്റ്റ് ഫോഴ്സ് ആയിട്ടുള്ള F3 കാരണമുള്ള മൊമെന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. F3 ഇൻറ്റു F3യിലേക്കുള്ള ഡിസ്റ്റൻസ് AD പ്ലസ് 2/3 BD നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ F3 കാരണമുള്ള മൊമെന്റും കിട്ടുന്നു. സോ ടോട്ടൽ മൊമെന്റ് നമ്മൾ ആഡ് ചെയ്യുന്നു. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആൾറെഡി അൺനോൺ ആയിട്ടുള്ള ഒരു സാധനം മാത്രമേ ഉള്ളൂ, H സ്റ്റാർ, ദാറ്റ് ഈസ് ദ സെൻറ്റർ ഓഫ് പ്രഷർ. സോ ബാക്കി എല്ലാത്തിൻ്റെ വാല്യൂ ഉണ്ട്. നമ്മൾ സോൾവ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? H സ്റ്റാർ ഈക്വൽ ടു 1.009 മീറ്റർ 1.009 മീറ്റർ എന്ന് കിട്ടും ഫ്രം ടോപ്പ് സർഫസ് ഓർ ഫ്രം ദി പോയിന്റ് എ. സോ ഇതാണ് നമ്മുടെ പ്രോബ്ലം. വളരെ സിമ്പിൾ അല്ല. ഇതിങ്ങനെ ഫ്ലൂയിഡ് സിസ്റ്റംസ് വരുമ്പോൾ, ഒന്നോ അതിലധികമോ ഫ്ലൂയിഡ്സ് വരുമ്പോൾ നമ്മൾ പ്രഷർ ഡയഗ്രാം യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനൊരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അല്ല, സെൻറ്റർ പ്രഷർ കണ്ടുപിടിക്കാനായിട്ട് എപ്പോഴും എന്ത് ചെയ്യുക? സ്റ്റാൻഡേർഡ് ഷേപ്പാക്കി മാറ്റി ഓരോ ഷേപ്പിനെയും ഓരോ ഫോഴ്സ് ആക്കി കൺവേർട്ട് ചെയ്ത് അതിൻ്റെ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ നമ്മൾ മാർക്ക് ചെയ്ത് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ് അപ്ലൈ ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെൻറ്റർ ഓഫ് പ്രഷർ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഒരു ഫ്ലൂയിഡ് മാത്രമേ ഉള്ളൂ, ഒറ്റ ഫ്ലൂയിഡ് ആണ്, അങ്ങനെയാണ് വെർട്ടിക്കൽ സർഫസ് ആണ്, ദെൻ വി ഹാവ് ഡയറക്റ്റ് ഇക്വേഷൻ. സോ അങ്ങനെ അല്ല എങ്കിൽ മാത്രം, ഒരു സ്പെഷ്യൽ കേസിൽ മാത്രമാണ് ഇങ്ങനെ ഒരു ഇക്വേഷൻ വരുന്നത്.